നമ്മൾ മറ്റ് ദൈവദാസന്മാരെ, മറ്റ് ശുശ്രൂഷകരെ കുറിച്ച് നല്ലത് മാത്രം പറയണം. അതിൻ്റെ കാരണം അയാളുടെ ഓട്ടത്തിൻ്റെ ട്രാക്ക് വേറെയാന്നേ. ഇപ്പം എൻ്റെ കഴിവിനപ്പുറം വേറെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അതിനെ കവറ്റ് ചെയ്യണം. കവറ്റ് ചെയ്യുക എന്ന് പറയുന്ന ആഗ്രഹിക്കണം ആ ശുശ്രൂഷ, പക്ഷെ വിമർശിക്കരുത്. പണ്ട് ഒരു ദേവദാസൻ എന്നോട് ചോദിച്ചു, അന്ത്യകാലത്തിൽ എങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ? എങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പോഴത്തെ മറുപടി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, കിട്ടുന്ന അവസരം പാഴാക്കാതെ സുവിശേഷം അറിയിക്കും. പക്ഷെ പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നമ്മൾ കണ്ടിട്ടില്ലാത്ത ശുശ്രൂഷ ഇനിയും കാണാൻ പോവും, കേട്ടിട്ടില്ലാത്ത വീര്യപ്രവർത്തികൾ നടക്കാൻ പോവുക. അത് പ്രതീക്ഷ ഇല്ലാത്തവരുടെ കയ്യാലെ നടക്കുമ്പം അവരെ ഉൾക്കൊള്ളാനുള്ള മനസ്സെനിക്ക് തരണേ. അതായിരിക്കണം പ്രാർത്ഥന. ഇപ്പോൾ യേശു രോഗികളുടെ മേൽ കൈവച്ചു, സൗഖ്യം. താൻ ഒരു വാക്ക് പറഞ്ഞു, ആ ശതാധിപന്റെ ബാല്യക്കാരൻ സൗഖ്യമായി. പക്ഷെ യേശുവിൻ്റെ നിഴലടിച്ച് സൗഖ്യമായത് എങ്ങും എഴുതിയിട്ടില്ല. പക്ഷെ പത്രോസിന്റെ നിഴലടിച്ചപ്പോൾ സൗഖ്യമായി. പൗലൂസ് തൻ്റെ റൂമാൽ, ശരീരത്തിൽ നിന്നുള്ള റൂമാൽ കൊടുത്തു വിട്ടപ്പം ഭൂതങ്ങൾ അലറിയുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ റൂമാൽ കൊടുത്തില്ലല്ലോ. അപ്പോൾ അത് ദുരുപദേശമാണെന്ന് പറയരുത്. കൃപാവരങ്ങൾ ഇനിയും നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.